തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കുമരംപുത്തൂർ പഞ്ചായത്ത് വാർഡ് വിഭജനം പൂർത്തിയായി. പോരാട്ടം 21 വാർഡുകളിൽ. ഭരണ തുടർച്ച ലക്ഷ്യം വെച്ച് UDF, ഭരണം തിരിച്ചുപിടിക്കാൻ LDF. രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായ കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് വിഭജനവും സംവരണ നറുക്കെടുപ്പും പൂർത്തിയായി. 18 വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ 3 പുതിയ വാർഡുകൾ കൂടി ചേർത്ത് വാർഡുകളുടെ എണ്ണം 21 ഉയർത്തി. ഇതോടെ പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പ് പോരാട്ടം കൂടുതൽ കടുക്കും. സംവരണ നറുക്കെടുപ്പ് പൂർത്തിയായതോടെ നിലവിൽ തുടർച്ചയായി UDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാൻ LDFും ഭരണ തുടർച്ച ഉറപ്പിക്കാൻ UDFും കടുത്ത പരിശ്രമത്തിലാണ്. 3 വാർഡുകൾ കൂടിയതോടെ പല വാർഡുകളിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റങ്ങൾ വരാനിടയുണ്ട്. നെച്ചുള്ളി, വെള്ളപ്പാടം, പയ്യനിടം, എടേരം, മൈലങ്കോട്, ചുങ്കം, ചങ്ങലേരി, ഞെട്ടരക്കടവ്, കുളപ്പാടം എന്നീ 9 വാർഡുകളിൽ ജനറൽ പുരുഷൻ വനിത, മൈലാമ്പാടം, അക്കിപ്പാടം, വടക്കേമഠം, ചക്കരക്കുളമ്പ്, മോദിക്കൽ, വേണ്ടാകുർശി, അരിയൂർ, പുന്നപ്പാടം, കുന്നത്തുള്ളി, പുത്തില്ലം എന്നീ 10 വാർഡുകളിൽ ജനറൽ വനിത, 11 വാർഡ് പറമ്പുള്ളി SC വനിത, 19 വാർഡ് സൗത്ത് പള്ളിക്കുന്ന് SC പുരുഷൻ വനിത എന്നിങ്ങനെയാണ് വാർഡ് സംവരണം. വാർഡ് വിഭജനം നിലവിലെ കക്ഷിനിലയെ എങ്ങനെ ബാധിക്കുമെന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ. പതിറ്റാണ്ടുകളായി UDFിനൊപ്പം നിൽക്കുന്ന പഞ്ചായത്ത് ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച് തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് LDF. വാർഡ് വിഭജനം ഇരു മുന്നണികൾക്കും ഒരുപോലെ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ട്. പുതിയ വാർഡുകളും സംവരണ മാറ്റങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിലും തന്ത്രങ്ങളിലും നിർണായകമാകും. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിക്കുമെന്നുറപ്പാണ്. ന്യൂസ് ഡെസ്ക്, കുമരംപുത്തൂർ ന്യൂസ്.